സോളാറിനെ കുറിച്ച് ആദ്യം തന്നെ അന്വേഷിച്ചു. കാരണം ഇതിന് ഇത്രയും കറണ്ട് എടുക്കും എന്നുള്ളത് നമുക്ക്, കാരണം 35 kWh ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 35 യൂണിറ്റ് കറണ്ട് എടുക്കും എന്നുള്ളത് ഒരു ഫുൾ ചാർജിന് എടുക്കും. പിന്നെ അതിന്റെ ലോസ് ഒക്കെ എടുത്ത് ചിലപ്പോൾ 40 ആകുമായിരിക്കും. കാരണം അതിന്റെ ലോസ് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം സോളാർ തന്നെ വെക്കാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് കറണ്ട് ബില്ല് 1000 രൂപ എടുത്ത് വീട്ടിൽ 2 മാസം കൂടുമ്പോൾ 1000 രൂപ വരുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും തന്നെ തെറിയായിരുന്നു, എന്തിനാണ് നീ 1000 രൂപയ്ക്ക് ഇത്രയും കാശ് മുടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. പക്ഷെ വണ്ടി എടുക്കാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അപ്പം 5 കിലോവാട്ട് വെക്കുന്നതിന് എല്ലാവരും 2.25 ലക്ഷം അടുത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സബ്സിഡി കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് KSEB ആയിട്ടുള്ള ഇതിലായിരുന്നു, സൗര സ്കീമിലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വെണ്ടർക്ക് നമ്മൾ കൊടുത്താൽ മതി, അങ്ങനെയായിരുന്നു. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ടാറ്റ പവർ മാത്രം 2 ലക്ഷം രൂപയേ വരുന്നുള്ളൂ. 3.25 ലക്ഷം രൂപ ലാഭം. അപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോട്ടയം ജില്ല ഒന്നാകെ ടാറ്റയുടെ വെണ്ടറിനെ ഓൾറെഡി മാറ്റുക ഏതാണ്ട് ചെയ്തു.